24 ഫെബ്രുവരി 2021 ചാർട്ട് കാണുമ്പോൾ മാർക്കറ്റ് വൈകിട്ട് 5 മണിക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണിക്കുന്നു. 10 മണിയോടടുത്തുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 3:45 സമയത്തെങ്ങാണ്ടാണ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ക്യാൻഡിലുള്ള എറർ ആണോ? ഇതൊന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. 21 ഫെബ്രുവരി 2021 NSE എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അന്ന് NSE എക്സ്ചേഞ്ചിൽ ഒരു ഗ്ലിച്ച് സംഭവിച്ച ദിവസമാണ്. അപ്പോൾ ഈ ദിവസം നമ്മൾ ട്രേഡിൽ ഉണ്ടായിട്ടുള്ളവർക്കറിയാം, രാവിലെ ആസ് യൂഷ്വൽ പ്രീ മാർക്കറ്റ്, പിന്നെ മാർക്കറ്റ്. ഈ മാർക്കറ്റ് ഏതാണ്ട് ഒരു 10:05 കൂടെ സ്റ്റോപ്പ് ആവുന്നു. 10:05, 10:06 കൂടെ സ്റ്റോപ്പ് ആവുന്നു. ഓരോ ബ്രോക്കറിലേക്കുള്ള ഫീഡുകൾ കട്ടാവുന്നു, സ്റ്റോപ്പ് ആവുന്നു. അഗൈൻ പിന്നീട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അടുത്ത മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പ്രീ മാർക്കറ്റിന് ശേഷം 3:45 ഈ മാർക്കറ്റ് 5 മണിക്കാണ് സ്റ്റോപ്പ് ചെയ്തത്. 3:30 നമ്മുടെ ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് മാറി നിൽക്കേണ്ടത് നമ്മൾ അന്ന് 5 മണി വരെ മാർക്കറ്റിൽ ഇരിക്കണം. അപ്പൊ ഈ ഒരു എററിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മാർജിൻ മുഴുവനായിട്ടും ആസ് ആൻ ഓപ്ഷൻ ബയർ നമ്മുടെ ട്രേഡിലേക്ക് ഇടരുത്. റിസ്ക് ആണ്. NSE എക്സ്ചേഞ്ച് വരെ സ്റ്റോപ്പ് ആവുന്നു. ഈ സ്റ്റോപ്പിന് ശേഷം അടുത്തൊരു മാർക്കറ്റ് ഇന്ന് തന്നെ തുറന്നെന്ന് വിചാരിക്കുക, അത് നമ്മൾ ബൈ ചെയ്തതിന്റെ റിവേഴ്സ് ഡയറക്ഷനിലാണെങ്കിലോ? കാരണം ഇങ്ങനെ ഗ്ലിച്ച് വരുമ്പോ നമ്മളുടെ പൊസിഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അന്ന് തുറന്നില്ല, അടുത്ത ദിവസമാണ് തുറന്നത്, അത് ഒരു ഹ്യൂജ് റിവേഴ്സ് ആണെങ്കിലോ? നമ്മൾ മുഴുവൻ മാർജിൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെറ്റ് കൊണ്ടല്ലാതെ നമ്മളുടെ ഫണ്ട് മുഴുവൻ ലോസിലേക്ക് വരും. എത്ര കോൺഫിഡൻസ് ഉള്ള ഒരു പൊസിഷൻ ആണെങ്കിലും, എത്ര ലാഭം കിട്ടാൻ സാധ്യതയുള്ള പൊസിഷൻ ആണെങ്കിലും, ഒരു പൊസിഷൻ എടുക്കുമ്പോൾ ആസ് ആൻ ഓപ്ഷൻ ബയർ ആ പൊസിഷന്റെ ടോട്ടൽ വാല്യൂ നമുക്ക് സഹിക്കാൻ സാധിക്കുന്ന റിസ്ക് ആയിരിക്കണം. നമ്മുടെ തെറ്റ് കൊണ്ടല്ലാതെയും നമുക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മളെ കൃത്യമായി മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു ദിവസമാണ് 24 ഫെബ്രുവരി 2021. നമ്മളുടെ ഫണ്ട് റിസ്ക് ഉള്ള ഫണ്ടാണോ? മുഴുവൻ ക്യാപിറ്റലും ഉപയോഗിക്കരുത്. എക്സ്ചേഞ്ച് വരെ എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ ചാർട്ട് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹിസ്റ്റോറിക്കൽ ചാർട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം. ലിങ്ക് ഉപയോഗിച്ച് ബൈ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഓരോരോ ദിവസത്തെ ചാർട്ട് നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാം. ലിങ്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വാട്സപ്പ് അയക്കുക. നമ്പർ 7902219941. ഒരു ഓപ്ഷൻ ബയർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ഓപ്ഷൻ സ്കാൽപ്പർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായി ചാർട്ടുകൾ പഠിക്കേണ്ടത്, അതിനനുസരിച്ച് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യേണ്ടത്, മണി മാനേജ്മെന്റ് പ്ലാൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും ഗുഡ് ഡേ, ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു.